ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നമുക്കിന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാം കുക്കറിൽ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു രണ്ട് രണ്ട് കപ്പ് ബസ്മതി റൈസ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പീസ് ചിക്കൻ. ഇതിലേക്ക് ചുമന്ന മുളക് വെള്ളത്തിൽ ഇട്ടതും കുറച്ച് വെളുത്തുള്ളി, മല്ലിയില, കുറച്ച് ഒലിവ് ഓയിലും കൂടെ കൂട്ടി അരച്ച് അത് പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ക്യാപ്സിക്കം, പകുതി ക്യാരറ്റ്, ഒരു സബോള, കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഒരു ചിക്കൻ ക്യൂബ്, ഒരു പട്ട, ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, കുറച്ച് ബേ ലീഫ്, പിന്നെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ അത് ഇടാം. നമ്മളിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം കുക്കർ വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോ ഒലിവ് ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും, വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും, വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ എന്തും ഉപയോഗിക്കാം. നമ്മൾ ഞാൻ നെയ്യാണ് ഒഴിച്ചത്. നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് സ്പൈസസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിനുശേഷം ഒനിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്. നമ്മളതെല്ലാം ഇതിലേക്ക് ചേർത്ത് നമ്മുടെ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചതും ബേ ലീഫും ചേർത്ത് ഇതിന് പുറമെ നമ്മളൊരു ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി ഉപ്പിടല്, ഒരു കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. ഇത് ഏകദേശം വരണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ഉണങ്ങിയ നാരങ്ങ ചേർക്കാം. ഞാനത് ചേർക്കുന്നില്ല. ഞാൻ ചെറിയൊരു മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് 2 ഗ്ലാസ് അരിയുണ്ട്. 2 ഗ്ലാസ്, ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് രീതിയിൽ വേണം ഇതിന് നമ്മൾ വെള്ളം ചേർക്കാൻ. നമുക്ക് വെള്ളം ഒഴിച്ച് അരിയിട്ട് നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരൊറ്റ വിസിൽ മതി. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചാണ്. എൻ്റെ ഈ കുക്കറിന് ഒരു വിസിൽ മതി. ഇനി നമുക്ക് ചോറൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ച് വലുപ്പമുള്ളൊരു പാനെടുത്ത് അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമുക്കിതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചിക്കൻ ഇതിലേക്ക് അടുക്കി വെച്ച് കൊടുക്കുക. ഈ റൈസിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചിക്കന് റെഡിയാക്കി വെച്ച മസാലയിൽ കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. ഞാനത് മറന്നുപോയി, ഇപ്പോഴാണ് കൊടുത്തത്. അപ്പം നമ്മളത് അതിൻ്റെ കൂടെ ആ മസാല കുറച്ച് ചേർക്കണം. മസാലയ്ക്ക് പകരം നമുക്ക് മന്തിയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതും ടേസ്റ്റാണ്. അതിന് പകരം ഞാനിത് ഈ മസാലയാണ് ചേർക്കുന്നത്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളൊരു പാൻ വെച്ച് അതിനകത്തൊരു ചിക്കനെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും ഒരു ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചിക്കനകത്ത് വെള്ളം ചേർക്കില്ല. ഒരു ചിക്കൻ ക്യൂബും കുറച്ച് ഒലിവ് ഓയിലും കൊടുത്ത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ ആ ചിക്കൻ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം. 2 സൈഡും ഒരേപോലെ ഫ്രൈ ആവണം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ പറ്റി ആ ഒലിവ് ഓയിലിൽ കിടന്ന് അത് ഫ്രൈ ആയി വരും. നമ്മുടെ ചിക്കൻ മന്തി റൈസ് റെഡിയായി. അപ്പം നമ്മൾ ചിക്കനോട് ഓൾറെഡി റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് മാറ്റി വെക്കാം. അപ്പം നമ്മൾ പാത്രത്തിലേക്ക് റൈസ് മാറ്റി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കുക്കർ മന്തി റൈസ് റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.